Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. അതേപോലെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ ട്രേഡ് ചെയ്യാൻ ഇന്ന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. 22/11/2024 വെള്ളിയാഴ്ച 23,873 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി 380 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ 24,253 എന്ന ലെവലിലാണ് ഓപ്പൺ ആയിരുന്നത്. ഓപ്പൺ ആയതിനു ശേഷം 351 എന്ന ഹൈ രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് നിഫ്റ്റി ഒന്ന് പാളാവുകയാണ് ചെയ്തത്. 135 വരെ എന്ന് പറഞ്ഞാൽ 200-ലധികം പോയിന്റിന്റെ ഒരു ഡിക്ലൈൻ നിഫ്റ്റി കാണിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ലഭിച്ച ഒരു മൂവ്മെന്റ് അഥവാ ട്രേഡബിൾ ആയിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ 200 ചില്ലറ പോയിന്റിൻ്റെത് മാത്രമാണ്. ഗ്യാപ്പ് അപ്പ് 2 ദിവസത്തിന് ശേഷം നൽകിയെങ്കിലും ചില ദിവസം വാങ്ങി ഹോൾഡ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നല്ല പ്രോഫിറ്റ് രാവിലെ തന്നെ ലഭിച്ചു എന്നതൊഴിച്ചാൽ ഒരു സാധാരണ ഇൻട്രാഡേ ട്രേഡർക്ക് ആകെ ലഭിച്ച ഒരു മൂവ്മെന്റ് ഇത്രയുമായിരുന്നു. അതിൽ വളരെയധികം സമയവും നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു. എങ്കിലും അതും വളരെ നന്നായി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞ വ്യക്തികളുണ്ടായിരുന്നു. പലരും നല്ല സ്ക്രീൻഷോട്ടുകൾ നൽകിയിരുന്നു. ഒരു ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം നമ്മൾ പരിശോധിച്ചാൽ ആദ്യത്തെ 5 മിനിറ്റ് കൃത്യമായും ഹോൾഡ് ചെയ്തു. ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് കിട്ടിയത് എങ്കിൽ പോലും വീണ്ടും കിട്ടിയ ഈ ഡിക്ലൈൻ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ കൃത്യമായും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അത് ടാർഗറ്റായി പ്രതീക്ഷിച്ച ഏതൊരാൾക്കും ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പിഎൻഡുകൾ അപ്പോൾ ലഭിച്ചിരുന്നു. വീണ്ടും കിട്ടിയ ഡിക്ലൈൻ ഈ ഏരിയയിലോട്ടായിരുന്നു. നമുക്കറിയാം ഇത് നമ്മൾ രേഖപ്പെടുത്തിയ പ്രധാന റെസിസ്റ്റൻസ് സോണിൽ ഒന്നായിരുന്നു. അവിടെ വന്ന് പ്രൈസ് സെല്ലിംഗ് ആയി വരികയാണ്. എന്നാൽ ഈ സപ്പോർട്ടിൽ നിന്നുകൊണ്ട് വീണ്ടും റിവേഴ്സൽ കിട്ടുമ്പോൾ വീണ്ടും ഡേയ്സ് ലോ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത ആൾക്കാർക്ക് വീണ്ടും പ്രോഫിറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയ പ്രധാന റെസിസ്റ്റൻസ് ആയ ഈ ലെവൽ അത് ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ അതൊരു സപ്പോർട്ടായി മാറുകയാണ് വേണ്ടത്. അതിന് തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ തിൻ ലൈനിൽ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ മറ്റൊരു റെസിസ്റ്റൻസും ടാർഗറ്റായി കിട്ടിയെങ്കിൽ പോലും വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ ഈ സപ്പോർട്ടിൽ നിൽക്കേണ്ടതാണ്. എന്നാൽ അവിടെ നിന്നും ഡൗൺ ചെയ്തു. അതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ടിൽ തന്നെ വന്നു. എന്നാൽ ഇവിടെ നിന്നും പ്രൈസ് മൂവ് ചെയ്യാതെ സെല്ലിംഗ് പ്രഷർ നൽകുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ഇത് എല്ലാവരും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് ഈ ഗ്യാപ്പ് ഫില്ലിംഗ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇത്തരം ഒരു മൂവ് കണ്ടപ്പോൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം എന്ന് കരുതിയ അങ്ങനെ ഒരു ചിന്തയിലോട്ട് പോയ ഏതൊരാൾക്കും നല്ല ഒരു ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. അത് പലരും നല്ല രീതിയിൽ വിനിയോഗിച്ചിരുന്നു. പിഎൻഎല്ലുകളും വോയിസ് മെസ്സേജുകളും ലഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ പ്രധാനമായ ഒരു നല്ല ട്രേഡ് എന്ന് പറയാൻ ഈ ഒരു ട്രേഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ വീണ്ടും കൺസോൾട്ടേറ്റ് ചെയ്തു. തൊട്ട് താഴെയുള്ള ഈ സപ്പോർട്ട് ലെവലിലോട്ട് വരാതെ തന്നെ അതിന് മുകളിലുള്ള ഈ ലെവലിൽ നിന്നുകൊണ്ട് പ്രൈസ് വീണ്ടും അപ്വേർഡ് പോകുന്നു. ഇവിടെ ഒരു അപ്വേർഡ് ഡയറക്ഷൻ തന്നു. വീണ്ടും ഇവിടെ നിന്നും സപ്പോർട്ട് എടുക്കുന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി കോൾ ഓപ്ഷനും ബൈ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് പരിശോധിച്ചാൽ കാണാം ഇന്ന് എത്രയാണോ ഹൈ തന്നെ എത്രയാണോ ലോ തന്നെ അതിൻ്റെ മധ്യത്തിലായി ഏകദേശം പ്രൈസ് ഒരു ഇൻഡിസിഷൻ വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്യണമോ ഡൗൺവേർഡ് മൂവ് ചെയ്യണമോ എന്ന് തീരുമാനമില്ലാതെ ബൈയിങ് ആണോ സെല്ലിംഗ് ആണോ എന്ന് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ടഫായ ഒരു സോണും കാര്യം 200 പോയിന്റ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ടഫായ ഒരു സോൺ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർ ഉണ്ടായിരുന്നു. നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നവരിൽ ഇത്രയ്ക്കധികം മികച്ച രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നവർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ്. സത്യത്തിൽ ഈ ലെവലുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലരും പോസിറ്റീവായി ചെയ്യുന്നു എന്നറിയുന്നത് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നതിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമാണ്. അതുകൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 24,184 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ പ്രധാന സപ്പോർട്ട്. ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ ഇതാണ് കാണുന്നത്. അതിന് തൊട്ട് താഴെ ഇന്നത്തെ ലോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 24,488 ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഉയരം ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി 24,352 എന്ന ലെവലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ 24,352 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്.
അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 24,446 എന്ന് പറയുന്ന മൈനർ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ 488 എന്ന ലെവൽ. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ ബൈ ഓൺ ഡിപ്പ് എവരി ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്യുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അതിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 52,117 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 2 ലെവലുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും ഇന്ന് പ്രൈസ് തന്ന ലെവലുകൾ തന്നെയാണ്. എന്നാൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 52,872 എന്ന ലെവലാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചില മൈനർ റെസിസ്റ്റൻസുകളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 52,452, 590 എന്ന ലെവലുകൾ. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് മൂവ്മെന്റ് നൽകുന്നു. ഒരു ഡയറക്ഷൻ അങ്ങനെയാണ് ലഭിക്കുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ബൈ ഓൺ ഡിപ്പ് എന്ന രീതിയിൽ താഴോട്ട് വരികയും പിന്നെ അപ്വേർഡ് തന്നെ മൂവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 51,943 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ ഇന്നത്തെ ഡേയ്സ് ലോ ആയ 51,771 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അല്പം വീക്കായേക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. 79,984 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ ഇന്നത്തെ ഡേയ്സ് ലോയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 81,354 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം പ്രൈസ് ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 80,571 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സിലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഗ്രാജുവലി പ്രൈസ് വീണ്ടും ഒന്ന് താഴുമ്പോഴെല്ലാം ബൈ എന്ന സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷനോട്ട് മൂവ് ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഈ ലെവലുകൾ. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവലായി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ
ബ്രേക്ക് ചെയ്യാതെ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാവുന്നതാണ്. ബേസ് ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. ലഭിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ലെവലിലോട്ട് സപ്പോർട്ടിലേക്ക് വന്നേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഓരോ ലെവലുകൾ താഴോട്ട് സഞ്ചരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് വേണ്ടി തയ്യാറാക്കുന്ന പ്ലാനാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന് മാത്രം. ഒരാളെയും ഞാനിത് ഉപയോഗിക്കാൻ യാതൊരു വിധത്തിലും പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിരന്തരം ഇത് കാണുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമൻറ്റുകളും ലൈക്കുകളും രേഖപ്പെടുത്തി ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് പ്രതീക്ഷ. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് ഈ എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല ലാഭം ലഭിക്കട്ടെ എന്ന ആശംസയോടെ തൽക്കാലം നിർത്തുന്നു. താങ്ക്